സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. അബ്കാരി നയത്തിൽ ടൂറിസം വകുപ്പിന് എന്ത് കാര്യം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. എക്സൈസ് വകുപ്പിനെ മറികടന്ന മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് എന്തിന് യോഗം വിളിച്ചു? മന്ത്രിയല്ല യോഗം വിളിച്ചത്, ഞാനാണ് എന്ന ടൂറിസം ഡയറക്ടറുടെ വിശദീകരണം തൊട്ടു പിന്നാലെ വന്നു. മന്ത്രി അറിയാതെയാണോ മദ്യനയം അജണ്ടയാക്കി ടൂറിസം ഡയറക്ടർ ബാർ ഉടമകളുടെ യോഗം വിളിക്കുന്നത്? അനിമോൻ വളരെ വ്യക്തമായി മദ്യനയം അനുകൂലമാക്കാൻ 2.5 ലക്ഷം ആവശ്യപ്പെട്ടത് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാറ്റിയത് കൊണ്ട് കാര്യമുണ്ടോ? ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് കോഴ ആരോപണമാണോ അതോ സർക്കാരിനെതിരായ ഗൂഢാലോചനയോ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി KP നൌഷാദ് അലി, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി BG വിഷ്ണു എന്നിവരാണ്. ആദ്യം ശ്രീ M ജയചന്ദ്രൻ, എക്സൈസ് മന്ത്രി പറഞ്ഞത് മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചനകൾ പോലും നടന്നിട്ടില്ല എന്നാണ്. ഇന്നിപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ശേഷവും ടൂറിസം മന്ത്രി പറയുന്നു പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന്. പക്ഷേ ടൂറിസം വകുപ്പ് ഡയറക്ടർ തന്നെ വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് പുറത്ത് കാണിച്ചത്. അത് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ അതോ ജനത്തോട് കളവ് പറയുകയാണോ? ഇതിൽ തെറ്റിദ്ധാരണയുടെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെയോ കളവ് പറയുന്നതിൻ്റെയോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലല്ലോ. കാരണം ഈ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗമല്ല ടൂറിസം ഡയറക്ടർ വിളിച്ചിട്ടുള്ളത്. മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗം എന്ന ആമുഖത്തോടെയാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതെ, മദ്യനയത്തെക്കുറിച്ചും കൂടി എന്നാണ്, അല്ലാതെ മദ്യനയത്തെക്കുറിച്ച് മാത്രമല്ല. ഹോട്ടലിയേഴ്സിന്റെ യോഗത്തില് അപ്പോൾ മദ്യനയത്തിൽ പ്രാഥമിക ആലോചന പോലും നടന്നിട്ടില്ല എങ്കിൽ എന്തിനാണ് ബാർ ഉടമകളെ വിളിച്ച് ഒരു യോഗം ചേരുന്നത്? ആദ്യം അകത്താലോചിക്കാമല്ലോ. അകത്താലോചിക്കും മുമ്പ് അവരോട് ആലോചിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയട്ടെ സ്മൃതി പറയട്ടെ. ഇത് കേരളത്തില് ഈ ബാറുകൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് ഈ സ്റ്റാർ ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അറിയാമല്ലോ. അതും 3 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടർ അവരുടെ ഈ ഹോട്ടലിയേഴ്സിന്റെ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്. ബാറുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അതിൽ പെടും. വൈൻ പാർലർ നടത്തുന്നവർ ഉൾപ്പെടും, ബാർ നടത്തുന്നവർ ഉൾപ്പെടും, ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഉൾപ്പെടും. അങ്ങനെയുള്ള യോഗമാണ് നടത്തുന്നത്. ആ യോഗമാണ് ഇത്തവണയും നടന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായും ബാറുടമകൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട അവരുടെ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായി അവതരിപ്പിക്കും. അതിലെന്താ തെറ്റെന്താ? അതിൽ സ്വാഭാവികതയുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വാഭാവിക യോഗം നടന്നു എന്നാണ് മന്ത്രിമാർ പറയേണ്ടത്. ശ്രീ M ജയചന്ദ്രൻ, എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു പ്രാഥമികമായ ആലോചന പോലും നടന്നിട്ടില്ല, മദ്യനയം ഉണ്ടാകും, അതുമേലൊരു ചർച്ച നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബാർ ഉടമകളെ തന്നെ വിളിച്ചുകൊണ്ട് ചർച്ച നടന്നിരിക്കും. താങ്കൾ പറയുന്നത് ശരിയാണ്, ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ കാര്യത്തിൽ. പക്ഷേ അതിനു മുമ്പ് എക്സൈസ് വകുപ്പ് ഒരു തീരുമാനമെടുക്കണ്ടേ? അബ്കാരി നയത്തിൽ ആദ്യം തന്നെ ടൂറിസം വകുപ്പാണോ ചർച്ച നടത്തുന്നത്? അതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. എക്സൈസ് വകുപ്പിനെ മറികടന്നാണോ ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്ന്. അല്ല, ഇത് പ്രതിപക്ഷ നേതാവിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും അല്ലല്ലോ സ്മൃതി. ഇത് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ആദ്യം ഇങ്ങനൊരു കാര്യം വരണമെങ്കിൽ സ്വാഭാവികമായും ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങൾ നിരന്തരം അനുവർത്തിച്ചു പോരുന്നുണ്ട്. ആദ്യം രാഷ്ട്രീയ കക്ഷികളിൽ, പ്രത്യേകിച്ചും ഇവിടെ CPM-ൽ ഒരു ചർച്ചയും തീരുമാനവും ഉണ്ടാവണം. എന്നിട്ട് ആ തീരുമാനവുമായി LDF-ലേക്ക് പോകണം. ആ LDF-ന്റെ തീരുമാനമായിട്ട് ക്യാബിനറ്റിലേക്ക് പോകണം. എന്നിട്ടാണ് എക്സൈസ് പോളിസി ഉണ്ടാവുന്നത്. ഈ പോളിസിയാണ് ഉണ്ടാവേണ്ടതും. 2016 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതും. അതിന് മറിച്ചൊരു തീരുമാനം ഇത്തവണയും ഇല്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയോ എക്സൈസ് മന്ത്രിയോ ഒന്നും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ട് യാതൊന്നും ചെയ്തിട്ടുമില്ല, ചെയ്യാനും കഴിയില്ല അവർക്ക്. കാരണം ആദ്യം ആ പാർട്ടി CPM എന്ന പാർട്ടിയാണല്ലോ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അത്തരമൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ഗോവിന്ദൻ മാഷ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞ് മുന്നണിയിലേക്ക് പോയിട്ടില്ല. കാരണം മുന്നണി യോഗം കൂടിയിട്ടില്ല, ഇത്തരം ചർച്ചകൾ വന്നിട്ടുമില്ല. ഏതെങ്കിലും ഘടകകക്ഷി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അവരൊന്നും പാർട്ടിയോ മുന്നണിയോ തീരുമാനിക്കാത്തൊരു യോഗം സ്വാഭാവികമായും ക്യാബിനറ്റിലേക്ക് ചെല്ലില്ല. ക്യാബിനറ്റ് അറിയാതെ ഒരു എക്സൈസ് പോളിസിയും ഉണ്ടാവില്ല. ഇതാണ് വസ്തുതയെന്നിരിക്കെ ഇത്തരത്തിൽ വന്ന യോഗങ്ങൾ
അതിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് CM ജയചന്ദ്രൻ, നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്? CM ജയചന്ദ്രൻ, നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്? അല്ല, ഏത് പശ്ചാത്തലത്തിലാണ് ചർച്ച അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണല്ലോ. അനിമോൻ എന്ന ബാർ ഉടമയുടെ ശബ്ദരേഖ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണല്ലോ ഈ ചർച്ചകൾ നടക്കുന്നത്. മദ്യനയം നമുക്ക് അനുകൂലമാക്കാൻ സർക്കാർ അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടി വരും, അതിന് 2 ലക്ഷം വീതം ഓരോരുത്തരും തരേണ്ടി വരും എന്ന് വളരെ വിശദമായി ഈ വാട്സാപ്പ് സന്ദേശത്തിൽ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം ഈ ക്യാബിനറ്റ് തീരുമാനിക്കും മുമ്പ്, പാർട്ടി തീരുമാനിക്കും മുമ്പ്, LDF തീരുമാനിക്കും മുമ്പ് അതിൽ ബാർ ഉടമകൾക്ക് കൃത്യമായി ഞങ്ങളിതാ ഇന്ന കാര്യങ്ങളാണ് നടത്താൻ പോകുന്നത് എന്ന രൂപത്തിൽ യോഗം വിളിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പുറത്ത് മന്ത്രിമാർ പറയുന്നത് യോഗം വിളിച്ചിട്ടേയില്ല എന്നാണ്, അങ്ങനെ ഒരു ആലോചനയേ ഇല്ല എന്നാണ്. ടൂറിസം മന്ത്രി അറിയാതെ ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കും. അല്ല, എക്സൈസ് സ്വാഭാവികമായിട്ടും വിളിക്കും. അത് പറഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് ഇത് അറിയാത്ത ആൾക്കാർ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ബന്ധപ്പെട്ട ടൂറിസം സെക്രട്ടറി ടൂറിസം ഡയറക്ടറോട് ഇത്തരം മീറ്റിംഗ് വിളിക്കാൻ ആവശ്യപ്പെട്ടത്. ഇതറിയാത്ത ആൾക്കാരാണോ റിപ്പോർട്ടറിന്റെ തിരുവനന്തപുരത്തെ ആൾക്കാരെന്ന് ഞാൻ ഇത്ര നിഷ്കളങ്കമായി അതിനെ കാണുന്നത്? നേരത്തെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെ കൂടി ഉൾപ്പെടുത്തി ആലോചിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നൌഷാദ് അലി, സർക്കാരിനോട് 6 ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ ബാർക്കോഴ ആരോപണത്തിന്റെ അതേ രൂപത്തിലേക്ക് 2ാം ബാർക്കോഴ ആരോപണം എത്തുന്ന എന്ന നിലയ്ക്കാണോ നിങ്ങൾ അതിനെ കാണുന്നത്? അങ്ങനെയെങ്കിൽ മന്ത്രിമാർക്ക് പണം ലഭിക്കുന്നു അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പണം കൊടുക്കുന്നു എന്ന രൂപത്തിലൊന്നും ആരോപണം ഇതുവരെ വന്നിട്ടില്ല. സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരും എന്ന രൂപത്തിലുള്ള ശബ്ദ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും ആർക്ക് എന്നൊന്നും ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ നിങ്ങൾ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമ്പോൾ പഴയതുപോലുള്ള തെളിവുകളുണ്ടോ ഇപ്പോൾ? സ്മൃതി, ഞാനിതിന് മുമ്പായിട്ട് നിങ്ങളോട് വേറൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് എഴുതിയത് കേരളത്തിലെ മദ്യത്തിൻ്റെ ഉപഭോഗവും ലഭ്യതയും കുറച്ചു കൊണ്ടുവരും, അങ്ങനെ കേരളത്തെ ഒരു ലഹരി വിമുക്ത സംസ്ഥാനമാക്കുമെന്നുള്ളതാണ്. അവരധികാരത്തിലേറുമ്പോൾ കേരളത്തിലുണ്ടായിരുന്നത് 26 ബാറുകളാണ്. ഇന്നത് 800-ന് മുകളിലാണ് ഇവരെത്തിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വഞ്ചക പരീക്ഷകളെ, ഇത്രമാത്രം ജനങ്ങളെ കബളിപ്പിക്കാൻ ധൈര്യപ്പെടുന്ന ആളുകളെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുണ്ടോ? ഇത്രയ്ക്ക് പ്രവൃത്തിയും വാക്കും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാത്ത അജഗജാന്തരം പ്രവർത്തിച്ചു പോകുന്നൊരു സർക്കാരാണിത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു തരാം. 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിലാണ് പ്രാദേശിക സർക്കാരുകൾക്ക്, തദ്ദേശ ഭരണകൂടങ്ങൾക്ക് അവരുടെ അധികാര പരിധിയിലെ മദ്യഷാപ്പുകൾക്ക് നിയന്ത്രണം വഹിക്കാനുള്ള അധികാരം നൽകിയത്. അനുമതി കൊടുക്കണോ വേണ്ടതൊക്കെ പഞ്ചായത്തുകൾ തീരുമാനിക്കാനുള്ള അധികാരം കരുണാകരൻ നൽകി. 98-ൽ നായനാരത് പിൻവലിച്ചു. 2012-ൽ ഉമ്മൻചാണ്ടി വീണ്ടും അത് പുനഃസ്ഥാപിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ അധികാര പരിധിയിൽ ബാറുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നൽകി. അത് 2017-ൽ ഇപ്പോഴത്തെ മുസ്ലിം അപ്പോസ്തലനായ ഒരു ചമഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ, KT ജലീൽ, അയാൾ പഞ്ചായത്ത് മന്ത്രിയായിരിക്കുന്ന വേളയിൽ ഈ പിണറായി മന്ത്രിസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം എടുത്തു കളഞ്ഞു. അതുവഴിയൊക്കെ കൂടിയാണ് UDFന്റെ എതിർപ്പൊക്കെ നിയമം മൂലം മാറ്റിവെപ്പിച്ചിട്ടാണ് ഇവർ 800-ലധികം ബാറുകളുടെ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത്. ഇവരുടെ പ്രകടന പത്രികയും ഇവരുടെ പ്രവൃത്തിയും നിങ്ങളിതൊക്കെ ഒന്ന് സദയം ഒന്ന് താരതമ്യപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു സൂചനയായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട്, നമ്മൾ ഇപ്പോഴത്തെ ഈ വിവാദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചിട്ട് മദ്യനയത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ എന്തിനാ ഈ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നത്? എന്നിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ രേഖാമൂലം ഇവിടെ സൂം മീറ്റിംഗ് മദ്യവ്യാപാരികളുടെയും ഹോട്ടൽ ഉടമകളുടെയൊക്കെ അടക്കം ഇവർ വിളിച്ചു ചേർക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇടുക്കിയിലെ ഈ പറഞ്ഞ മദ്യ ഹോട്ടൽ ഉടമ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ ശബ്ദ സന്ദേശമാണ് നമ്മളൊക്കെ കേട്ടത്. ഇതിലപ്പുറത്ത് തെളിവെന്താ വേണ്ടത്? തൊട്ട് പിന്നാലെ ബാർ ഉടമകളുടെ യോഗം, അതാണ് അതിന്റെ ഓർഡർ. തീർച്ചയായിട്ടും ഇവിടെ സ്മൃതി പറഞ്ഞല്ലോ, സർക്കാരിനെ
പണം പിരിച്ചു നൽകണം എന്നാണ് പറഞ്ഞത്, ഏത് മന്ത്രിക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. ഇതിനപ്പുറത്ത് എന്ത് തെളിവാ വേണ്ടത്? സർക്കാർ എന്ന് പറഞ്ഞാൽ അടിമുടി ഈ സർക്കാർ ഒന്നടങ്കം കുറ്റാരോപിതനായി നിൽക്കുകയല്ലേ, കുറ്റത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ടല്ലേ ഇടുക്കി ജില്ലാ സെക്രട്ടറി CPIയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുന്നോട്ട് വന്നത്. ഏതെങ്കിലുമൊക്കെ മന്ത്രിമാർക്ക് തങ്ങൾ കള്ളന്മാരല്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഇതുപോലെ അനുചരന്മാരെ കൊണ്ടോ പാർട്ടിയിലെ മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടോ പരസ്യ പ്രസ്താവന നടത്തിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ സർക്കാരിലെ ഈ പറഞ്ഞ മരുമകൻ, അമ്മാവൻ സർക്കാരൊക്കെ ഇതിലെ സഹപ്രവർത്തകരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ശ്രീ നൗഷാദ് അലി, നിങ്ങൾ ഈ ബാറുടമകളിൽ നിന്നുള്ള പിരിവുമായി ബന്ധപ്പെട്ട് അല്ല സർക്കാരിന് പണം നൽകണം അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പണം നൽകണം എന്ന രൂപത്തിലുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ബാറുടമകൾ പിരിച്ചു നൽകുന്ന പണം നിങ്ങൾക്ക് കിട്ടിയില്ല, പ്രതിപക്ഷത്തിന് കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? കാരണം ഈ ബാറുടമകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഈ പിരിവ് കൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ്, പിരിവ് കൊണ്ട് അവർ വലഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ പരിപാടിക്കെന്ന് പറഞ്ഞ് എക്സൈസ് അധികൃതർ ബാറുകളിൽ നിന്നും 4 ലക്ഷം വീതം വാങ്ങി. പിന്നീട് ബാർ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് പിരിവ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്ക് വീതം വയ്ക്കാൻ ഓരോ ബാറിൽ നിന്നും ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപ വീതമാണ്. പ്രതിപക്ഷത്തിന് എത്ര കിട്ടി? സ്മൃതി, ഇവിടെ മദ്യനയത്തിലോ അതിൻ്റെ രൂപവൽക്കരണത്തിലോ അതിൻ്റെ നടത്തിപ്പിലോ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലാതെ 2 ടേമായിട്ട് അധികാരത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും, അത് കേന്ദ്രത്തിലും അതെ, 2 ടേമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് പണം തന്നിട്ട് എന്ത് കാര്യമാണ് ഇവിടുത്തെ ബാറുടമകൾക്ക് സാധിക്കാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. തിരഞ്ഞെടുപ്പ് പിരിവ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം തരാൻ ആഗ്രഹിക്കുന്ന കഴിവുള്ള ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികൾ സമീപിച്ചു എന്നിരിക്കും. അതൊക്കെ ഒരു ജനറലായിട്ട് നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും നയം നിങ്ങൾക്ക് അനുകൂലമാക്കി തരാം, അധികാരത്തിന്റെ സ്വാധീനം നിന്ന് പിരിച്ചുകൊണ്ട് സംഘടന തരുന്നു എന്ന രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു രൂപ പോലും UDFിലെ ഒരു ഘടകകക്ഷിക്കും ഒരു സ്ഥാനാർത്ഥിക്കും മുന്നണി എന്ന നിലയ്ക്ക് UDFിന് കിട്ടിയിട്ടില്ല, ഞങ്ങൾ വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് ഇവർക്ക് തരേണ്ട കാര്യവുമില്ല. അങ്ങനെ ഇവരെങ്ങനെ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ കേരളത്തിലെ ബാറുടമകളും ഇത്തരത്തിലുള്ള വ്യവസായികളുമൊക്കെ. അവർ കൃത്യമായി കാര്യം കാണാൻ അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് കോൺഗ്രസിന് പണം തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞങ്ങളെ പാർട്ടി അങ്ങനെ വാങ്ങിയിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം സ്മൃതി, ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. ഇവർ ഈ പറഞ്ഞ അഴിമതി അല്ലല്ലോ ഇവിടെ അന്വേഷണമായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒന്ന് പുറത്തു വരാൻ എന്തുകൊണ്ട് ഇടവന്നു എന്നുള്ള കാരണത്തെക്കുറിച്ചാണ് ഈ വലിയ നക്ഷത്രമുള്ള ഏമാന്മാരെ കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചത്. ഇതിലേറെ വലിയ ഗതികേടുണ്ടോ? KM മാണിക്കെതിരെ ഇവിടെ ആരോപണം ഉയർന്നപ്പോൾ വിജിലൻസ് ആണ് അന്വേഷിച്ചത്. ഇവിടെ ആരോപണം ഉയരാനിടയായ സാഹചര്യവും ഗൂഢാലോചനയും അന്വേഷിക്കുകയാണ് പോലീസ്. ഇതിലേറെ വലിയ നാണക്കേടുണ്ടോ? ഇതൊക്കെ ഒരു വക ഇന്നത്തെ ഈ കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണത്തിൽ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ കലാപമുണ്ടാക്കിയവർക്കെതിരെ കേസില്ല, കലാപത്തിന് ഇരയായവർക്കെതിരെ കേസ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇടത് സർക്കാരിൻ്റെ സമീപനം. എന്തുകൊണ്ട് ആരോപണം ഉയർന്നു, അതിനാര് വിവരം ചോർത്തിക്കൊടുത്തു, അതിൻ്റെ ഗൂഢാലോചന എന്ത് എന്നൊക്കെ ഈ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളെ സാക്ഷിയാക്കി അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സർക്കാരിൻ്റെ തൊലിക്കട്ടിയോർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്രമാത്രം ധാർമ്മികമായി അധപ്പതിച്ചു പോയൊരു സർക്കാരാണ് ഈ പ്രബുദ്ധ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു സ്മൃതി. അതിനപ്പുറത്ത് ഇത് വിശേഷിപ്പിക്കാൻ മറ്റൊരു വാചകവും ഇല്ല. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. സ്വപ്ന സുരേഷിനെതിരെ അവരുടെ ആരോപണത്തെക്കുറിച്ചല്ല, എന്തുകൊണ്ട് ആരോപണം ഉന്നയിക്കാൻ ഇടയായി എന്നതിൻ്റെ അന്വേഷണം. മാറി നിക്കടി പൊലച്ച് നിനക്ക് വയറ്റിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞ ഒരുത്തൻ കോപ്പിയടിച്ചും മാർക്ക് തിരുത്തിയും പാസ്സായപ്പോൾ ആ ആരോപണം എങ്ങനെ പുറത്തായി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം. ഇതുപോലെയൊക്കെ ഒരു ഈജിയൻ തൊഴുത്താക്കി ഭരണത്തെ മാറ്റിയ മറ്റൊരു മുന്നണി കേരള പിറവിക്ക് ശേഷം ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടോ? ലജ്ജാകരം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ശരി, നിങ്ങൾ ഈ വിവാദത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? കേന്ദ്ര ഏജൻസി വരണമെന്നാണ് ഇന്ന് വി മുരളീധരൻ പറഞ്ഞത്. എല്ലാ അന്വേഷണങ്ങൾക്കും കേന്ദ്ര ഏജൻസി കേരളത്തിലേക്ക് വരണമെന്നാണോ നിങ്ങളുടെ നിലപാട്? സ്മൃതി, കേരളത്തിലെ സർക്കാർ LDF ആലോചിച്ചുറച്ച് ഒരു നടപ്പിലാക്കിയ അഴിമതി
കേരള സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ പുറത്തു വരുമെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ? ഇപ്പോൾ ഒരു ബാർ മുതലാളി തൻ്റെ വെളിപ്പെടുത്തലുകൾ നടത്തി ദിവസങ്ങൾക്കുള്ളിൽ അത് മാറ്റി പറയുന്ന അവസ്ഥ എന്താണ്? കാരണം കേരളം ഭരിക്കുന്ന മുന്നണിക്കെതിരായി ശബ്ദിക്കാൻ കേരളത്തിലെ ആ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഏതെങ്കിലും വകുപ്പുകളോ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ ഇതര സംഘടനാ നേതാക്കൾക്കോ കഴിയില്ല. കാരണം ഏതെങ്കിലും മുതലാളിമാരോ വ്യവസായിമാരോ സർക്കാരിനെതിരെ സംസാരിച്ചാൽ പിറ്റേ ദിവസം അവരുടെ സ്ഥാപനം പൂട്ടിക്കെട്ടിക്കും. അങ്ങനെയുള്ളപ്പോൾ ആരെങ്കിലും അവർക്കെതിരെ സംസാരിക്കുമോ? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ അവർക്ക് ക്ലീൻ ചിറ്റ് കിട്ടുകയല്ലാതെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ശ്രീ ജയചന്ദ്രൻ മാഷ് പറഞ്ഞു ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ ഇവിടെ നടത്തിയിട്ടില്ല. MV ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകൾ വിശ്വസിച്ചെടുത്താൽ അദ്ദേഹം പറയുന്നു ഇവിടെ ചർച്ചകൾ നടത്തിയിട്ടില്ല, തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നത്, ടൂറിസം ഡയറക്ടറുടെ യോഗത്തിൽ നടന്നത്? അപ്പോൾ LDFും CPM ഒന്നും അറിയാതെ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മരുമോന്റെ നേതൃത്വത്തിൽ ഒരു പാരലൽ സർക്കാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ശ്രീ റിയാസും MB രാജേഷും കൂടി സ്വയം ഒരുമിച്ച് ആലോചിച്ച് കൂട്ടിക്കൊണ്ട് കേരളത്തിൽ ഒരു മദ്യനയം തിരുത്താൻ തീരുമാനിച്ചോ എന്ന് MV ഗോവിന്ദൻ മാഷ് ഇപ്പോൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം LDF ആലോചിച്ചിട്ടില്ല, പക്ഷേ ടൂറിസം വകുപ്പിൽ തീരുമാനമുണ്ടായിരിക്കുന്നു, എക്സൈസ് വകുപ്പിൽ അനൗദ്യോഗികമായ നടപടികൾ ഉണ്ടായിരിക്കുന്നു. ഇവരെയെല്ലാം വിളിച്ചുകൂട്ടി ചീഫ് സെക്രട്ടറിയും ടൂറിസം ഡയറക്ടർ PB നൂഹിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുതലാളിമാരെ എല്ലാം വിളിച്ചിരുത്തുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നടത്തിയത്? കാരണം കേരളത്തിൽ ഡ്രൈ ഡേ അടക്കം പിൻവലിച്ചുകൊണ്ട് കേരളത്തിൽ യുവാക്കളുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം കൂടുതൽ ബാറുകൾ അനുവദിക്കാൻ വേണ്ടി കോടികളാണ്, നമ്മൾ ഈ കേട്ട തുകയൊന്നുമല്ല CPM ആവശ്യപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസും MB രാജേഷും ഒക്കെ ആവശ്യപ്പെട്ടുള്ളത്, അതിലും വലിയ തുകകളാണ്. അപ്പോൾ അവർ വലിയൊരു അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ UDFന്റെ കാലത്ത് കോടികൾ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്താണ്? BJPയുടെ പക്കലുള്ള തെളിവ് എന്താണ്? കേരളത്തിലെ എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പും ഭരിക്കുന്നത് ആരാണ് ഭരിക്കുന്നത്? CPM അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരാണോ? ഇനി എന്തിനാ അവരുടെ പേരെടുത്ത് മുതലാളിമാർ പറയേണ്ട ആവശ്യം? ആരാ അനുമതി കൊടുക്കേണ്ടത്? വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ മന്ത്രിമാരാണോ? അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണോ? അല്ലല്ലോ. ഇവിടെ അനുമതി കൊടുക്കേണ്ടത് ടൂറിസം വകുപ്പും കേരളത്തിലെ മുഹമ്മദ് റിയാസും MB രാജേഷും അടക്കമുള്ളവർ തന്നെയാണ്. അവരുടെ വകുപ്പുകളിലാണ് ചർച്ച നടത്തിയത്. അവരറിയാതെ ചർച്ച നടക്കുമോ സ്മൃതി? നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് അവരറിഞ്ഞിട്ടില്ല എന്ന്? അവരുടെ വകുപ്പിലെ ഡയറക്ടർമാർ ചർച്ച നടത്തുമ്പോൾ അവരുടെ മന്ത്രിമാർ അറിഞ്ഞിട്ടെങ്കിൽ മന്ത്രിമാർ വേറെ പണിക്ക് പോകണം. ഇത് മന്ത്രിമാർ അവരെ അറിവോടുകൂടി അവരുടെ പരസ്പര സമ്മതത്തോടുകൂടി തന്നെയാണ് നടത്തിയത്. അല്ല, KM മാണി മന്ത്രിയാകുന്ന ഘട്ടത്തിൽ KM മാണിക്ക് അങ്ങോട്ട് കൊടുത്തു, മന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്നു എന്നതായിരുന്നല്ലോ പുറത്തു വന്ന വെളിപ്പെടുത്തൽ. ഇതങ്ങനെയുള്ള പ്രതികരണമല്ല. സർക്കാരിന് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ CPMനെ സംബന്ധിച്ച് അതിൻ്റെ രീതി പാർട്ടിക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് അത് പോവുക, CPMന് ലഭിക്കുന്ന രീതിയിലേക്കാണ് അത് പോവുക. പക്ഷേ അങ്ങനെ പറയുന്നില്ല, കൊടുക്കേണ്ടി വരും എന്ന് മാത്രം പറയുന്നു. ഇന്ന ആൾക്ക് കൊടുക്കുന്നു എന്ന രൂപത്തിൽ KM മാണിക്കെതിരെ ഉയർന്ന പോലുള്ള ശക്തമായ ആരോപണമാണോ ഇപ്പോൾ ഉയരുന്നത്? താങ്കൾ ഈ 2 മന്ത്രിമാരുടെ പേര് പറയുമ്പോൾ 2 മന്ത്രിമാർ കോടികൾ വാങ്ങി എന്ന് പറയുമ്പോൾ അതിനൊരു തെളിവ് വേണ്ടേ കയ്യിൽ? അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വേണ്ടേ കയ്യിൽ? അല്ല, അനുമോന്റെ വെളിപ്പെടുത്തൽ സ്മൃതി ഞാനും ഒക്കെ കേട്ടല്ലോ, നമ്മളെല്ലാവരും കേട്ടല്ലോ. സ്മൃതി, നമ്മളെന്താ ഇനി ഇതൊക്കെ അറിയാൻ ഈ പറഞ്ഞല്ലോ ഗുളികൻ നോക്കണമോ, ജ്യോതിഷിയെ വിളിക്കണമോ, ആറ്റുകാൽ രാമകൃഷ്ണനെ വിളിക്കണോ? ഇതൊക്കെ അറിയാൻ കേരളം ഭരിക്കുന്നത് ആരാണ്? CPM ആണ്. എന്താ ആർക്കും അറിയില്ലേ? ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ഇവരറിയാതെ അവരുടെ വകുപ്പുകൾക്കുള്ളിൽ ചർച്ച നടത്തുമോ? അപ്പോൾ അവരൊന്നും പേരുകൾ പരാമർശിക്കാൻ പാടില്ല. അവർക്കൊന്നുമായി ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ജയചന്ദ്രൻ മാഷ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. അദ്ദേഹം CPMനെ ന്യായീകരിക്കാൻ വേണ്ടി ഉളുപ്പില്ലാതെ പച്ചവെള്ളം പറയുന്ന പോലെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്മൃതിയും കൂടി അത് ഏറ്റെടുത്താൽ അവരെ വെള്ളപൂശുന്നതിനെ തുല്യമാവുകയുള്ളൂ. കാരണം അവരുടെ വകുപ്പുകളിൽ കൃത്രിമത്വം നടക്കുമ്പോൾ, അവരുടെ ഡയറക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ, ചീഫ് സെക്രട്ടറിമാർ ആലോചിക്കുമ്പോൾ, അതിന് പടിപടിയായി ഓരോ ദിവസവും ചീഫ് സെക്രട്ടറിയുടെയും ടൂറിസം ഡയറക്ടറുടെയും മദ്യ മുതലാളിമാരുടെയൊക്കെ യോഗങ്ങൾ തുടർച്ചയായി നടക്കുമ്പോൾ ഇതൊന്നും കേട്ടാൽ വിശ്വസിക്കാതിരിക്കാൻ നമ്മളൊന്നും പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കേണ്ട കാലഘട്ടത്തിലല്ല സ്മൃതി ജീവിക്കുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ഗോവിന്ദ മാഷ് പറയുന്നു എനിക്കറിയില്ല എന്ന്, പക്ഷേ ടൂറിസം വകുപ്പിൽ ചർച്ച നടക്കുന്നു, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. മറുപടി പറയേണ്ടി വന്നപ്പോഴാണല്ലോ എക്സൈസ് വകുപ്പ് മന്ത്രി ഇപ്പോൾ വിദേശ രാജ്യത്തേക്ക് പോയത്. അദ്ദേഹം എത്ര ദിവസം മുമ്പാണ് യാത്രയ്ക്കുള്ള അനുമതി വിദേശകാര്യ വകുപ്പിന് നൽകിയിട്ടുള്ളത്? ഇതെല്ലാം ഇന്ന് കേന്ദ്രമന്ത്രി വിദേശകാര്യമന്ത്രി ശ്രീ വി മുരളീധരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ മാധ്യമം ആയിക്കോട്ടെ, സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അനുമതിക്ക് അപേക്ഷ നൽകിയിരുന്നല്ലോ.
അദ്ദേഹം എന്തിനാ പെട്ടെന്ന് ഒളിച്ചോടിയത്? അദ്ദേഹം യാത്രയ്ക്ക് എന്നാ തീരുമാനമെടുത്തത്? എന്നാ വിദേശകാര്യ വകുപ്പിന് അനുമതി തേടി അയച്ചിട്ടുള്ളത്? സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹം അനുമതി തേടി വിദേശകാര്യ വകുപ്പിന് കത്തയച്ചിരുന്നല്ലോ. വിദേശകാര്യ മന്ത്രി തന്നെ അത് വ്യക്തമായി പറഞ്ഞല്ലോ. യാത്രയ്ക്ക് ചിലപ്പോൾ വിദേശകാര്യ വകുപ്പിന്റെ അനുമതി വേണ്ടായിരിക്കാം, സ്വകാര്യ യാത്രയായതിനാൽ. പക്ഷേ കത്തയച്ചിരുന്നു. ഇതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ ഒളിച്ചോടുകയാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് അതായത് ഇന്ന ദിവസമാണ് വെളിപ്പെടുത്തൽ വരുന്നത് എന്നറിഞ്ഞുകൊണ്ട് MP രാജേഷ് അന്ന് പിറ്റേ ദിവസം പോയി എന്നാണോ? അങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ കാര്യങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ അതിലൊരു ലോജിക്ക് കൂടി വേണ്ടേ? മാധ്യമങ്ങൾക്ക് എന്നാ ഞാൻ ഡേറ്റുകൾ ഞാൻ കൃത്യമായ ഡേറ്റുകൾ പറയാം. വിദേശകാര്യ വകുപ്പിന് മുന്നിൽ അദ്ദേഹം അനുമതി നൽകി അപേക്ഷിച്ചത് 22-ാം തീയതി മാത്രമാണ്. അദ്ദേഹം എത്രാം തീയതി യാത്ര പോയത്? അദ്ദേഹത്തിന് എന്താ നേരത്തെ നൽകാൻ കഴിയില്ലായിരുന്നു? അപ്പൊ അതൊക്കെ ഞങ്ങളോട് ആരോടും പറയണ്ട. CPM-ന്റെ ശ്രീ ജയചന്ദ്രൻ മാഷി ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കാം. സ്മൃതി പറഞ്ഞാലൊന്നും ഞങ്ങളാരും ഇത് വിശ്വസിക്കാൻ കേരളമൊന്നും തയ്യാറാവുകയൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നാൽ അതിൽ കുരുങ്ങാൻ പോകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മരുമകനായിരിക്കും എന്നുള്ള കാര്യത്തിൽ അർത്ഥശങ്കയില്ലാതെ മുഴുവൻ പേർക്കും അറിയാം. അതുകൊണ്ടാണ് മറുപടി നൽകേണ്ടതുണ്ട്. ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ താനല്ല ആള് യഥാർത്ഥത്തിൽ പറയേണ്ടത്. മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് അതിനിട കൊടുക്കാതെ, അദ്ദേഹം മറുപടി പറയാൻ ഇട കൊടുക്കാതെ അദ്ദേഹം പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് BJP-യുടെ ഒരു വാദം. അത് അവിടെ നിൽക്കട്ടെ. അതേസമയം ഈ അന്വേഷണം എന്താണ്? എന്ത് അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്? സർക്കാരിനെതിരെ ഒരു വലിയ ആരോപണം പുറത്തേക്ക് വരുമ്പോൾ അതിന്മേൽ അന്വേഷണം എന്ന് പറയുന്നത് എന്ത് അന്വേഷണമാണ്? സർക്കാരിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്, ആരോപണമല്ല അന്വേഷിക്കുന്നത്. സ്മൃതിയുടെ ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ദയവായി അതിനു മുമ്പ് ഒരു കാര്യമൊന്നും പറയാതെ പോകാൻ കഴിയില്ല. ശ്രീ KP നൗഷാദ് അലി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ UDF അധികാരം ഒഴിയുമ്പോൾ എത്രയായിരുന്നു ബാറ്? 12ഓ 18ഓ എന്തോ ഒരു കണക്ക് പറഞ്ഞല്ലോ. ആ വസ്തുതയെന്ന് മനസ്സിലാക്കണം ഇത് കാണുന്ന ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ കേട്ടോ. വസ്തുത എന്തായിരുന്നു? ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 318 ബാറുകൾ നിലവാരമില്ലാത്തവയാണ് എന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വിധി എഴുതുന്നു. അപ്പോൾ അവയ്ക്ക് ലൈസൻസ് പുതുക്കരുത് എന്ന് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. പക്ഷേ മറ്റ് ചില അടിയൊഴുക്കുകളും ധാരണകളും രൂപപ്പെടുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അത് കൊടുക്കാൻ അന്നത്തെ എക്സൈസ് മന്ത്രി അടൂർ പ്രകാശ് ഉൾപ്പെടെ തീരുമാനിക്കുന്നു. അപ്പോഴാണ് അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ നേരെ ഉടക്കിടുന്നത് കൊടുക്കാൻ പറ്റില്ല എന്ന്. ഒരു കാരണവശാലും അത്തരം ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ കഴിയില്ല, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് KPCC പ്രസിഡന്റ് സാക്ഷ്യം പിടിക്കുന്നു. ആ സാക്ഷ്യത്തിനൊടുവിൽ അതിനേക്കാളും ഗുരുതര സാക്ഷ്യവുമായി ഉമ്മൻചാണ്ടി രംഗത്ത് വരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 412 ബാറുകൾ, അന്നുണ്ടായിരുന്ന ആകെ 730 ബാറുകളാണ്. അപ്പോൾ ഈ 318ന്റെ കാര്യത്തിലാണ് ഉടക്ക് വന്നത്. അത് പിന്നെ പറ്റില്ല എന്ന് സുധീരൻ കടുംപിടുത്തം പിടിച്ചോടു. എന്നാൽ ഒരു ബാറും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ബാക്കി 412നെയും കൂടെ അനുമതി റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി അങ്ങ് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വസ്തുത, സംഭവം അതാണ് എന്ന് കേരളത്തിന് മുഴുവൻ അറിയാം. കേരളത്തിന് അറിയുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ശ്രീ M ജയചന്ദ്രൻ 8 വർഷത്തിനിടെ ബാറുകളുടെ എണ്ണം എത്ര കൂടിയെന്ന് പറയാമോ? ഇപ്പോൾ എത്ര ബാറുകളുണ്ട്? അതല്ലേ ഇപ്പൊ ഈ ചർച്ചയുടെ ആദ്യവും പറഞ്ഞല്ലോ, 900 ബാറുകളുടെ കാര്യം പറഞ്ഞല്ലോ. 730 900 ആയതെന്നേ. 730 ബാറുകൾ UDF-ന്റെ കാലത്തുണ്ടായിരുന്നു. എത്ര കൊല്ലം മുമ്പ്? 8 കൊല്ലം മുൻപ്. എന്നിട്ടാണ് ഈ നിലയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്. അത് മാത്രമാണല്ലോ. കഴിഞ്ഞ ദിവസം സ്മൃതി എന്നോട് ചോദിച്ചിരുന്നല്ലോ ഇതിന്റെ പഴയ പശ്ചാത്തലം. ഞാൻ അതിനുള്ള സമയമല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഒതുങ്ങി മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും അത് തന്നെയാണല്ലോ കൊണ്ടുവരുന്നത് ചർച്ചയിൽ. സ്മൃതിയല്ല, ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. സ്മൃതി ഇന്ന് ഏതായാലും അത് പറഞ്ഞിട്ടുമില്ല കേട്ടോ. പക്ഷേ രമേശ് ചെന്നിത്തലയാണല്ലോ ക്വിക്ക് വെരിഫിക്കേഷൻ എയർപോർട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. ഒരു വിമാനയാത്ര കഴിഞ്ഞ് വന്നിട്ട് എയർപോർട്ടിൽ വെച്ചല്ലേ പ്രഖ്യാപിക്കുന്നത്. KM മാണിക്കെതിരെ, സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ്. അവിടുന്ന് തുടങ്ങുന്നു ബാർക്കോഴ കേസ്. ബാറുകളുടെ എണ്ണം പറഞ്ഞല്ലോ. അടച്ചുപൂട്ടിയ ബാറുകൾ പിന്നെയും അടച്ചുപൂട്ടിയ ബാറുകൾക്ക് വീണ്ടും അനുമതി കൊടുത്തത് എങ്ങനെയാണ് ഇടത് സർക്കാർ? ഇപ്പോൾ 801 ബാറുകളുണ്ട്. എങ്ങനെയാണ് 8 വർഷത്തിനിടെ ബാറുകളുടെ എണ്ണം കൂടിയത്? അവിടെയാണ് പ്രകടന പത്രികയെ കുറിച്ച് നൗഷാദ് അലി ചോദിച്ചത്. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് നയം എന്ന് പറയുമ്പോൾ മദ്യവർജനത്തിന് ബാറുകളുടെ എണ്ണം കൂട്ടുമോ എന്നൊരു സ്വാഭാവിക ചോദ്യം വരുമല്ലോ. രാഷ്ട്രപിതാവിന്റെ ഇത്തരം അരുമശിഷ്യന്മാരുടെ മുൻപിൽ പിണറായി സർക്കാർ ചെയ്യുന്നത് മുഴുവനും ജനവിരുദ്ധവും പിന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഭാഗ്യം കേട്ടോ. അതുകൂടെ അദ്ദേഹം പറഞ്ഞോളൂ.
പറഞ്ഞോളൂ. അങ്ങനെയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ആണെന്നേ, താങ്കളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചോളൂ. അതല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ മുൻകാല വ്യക്തമായിട്ട് സ്വന്തം ആത്മഹത്യയുണ്ട്. മദ്യവർജനം എന്ന ഒരു ആലോചനയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ബാറുകളുടെ എണ്ണം കൂട്ടുക? 8 വർഷത്തിനിടയിൽ എങ്ങനെയാണ് 801 ബാറുകളായി ഉയർന്നത്? രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം 97 ബാറുകൾക്കാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്. അതെ, അത് ഇവിടെ അനുമതി കൊടുക്കുന്നത് എക്സൈസ് പോളിസി സർക്കാർ രൂപീകരിക്കുന്നത് ഓരോ വർഷവും രൂപീകരിക്കുന്ന എക്സൈസ് നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നയപ്രകാരം പുതിയ ബാറുകൾക്ക് അനുമതി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ അനുമതി സ്വീകരിച്ചിട്ടുണ്ടാവും, ബാറുകൾക്ക് അനുമതി കൊടുത്തിട്ടും ഉണ്ടാവും. അത്രയുള്ള അതിനകത്ത് എനിക്ക് പറയാൻ കഴിയുന്ന വിശദീകരണം. ബാക്കി അതിന്റെ എന്തൊക്കെയാണ് മൊഡാലിറ്റീസ് എന്നുള്ളത് ആ സമയത്ത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ബാറുകളുടെ കാര്യം നോക്കിയാലേ പറയാൻ കഴിയൂ. എക്സൈസ് നയം അനുവദിക്കുന്നതുകൊണ്ട് അത് കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളതാണെങ്കിൽ LDFന്റെ രാഷ്ട്രീയ തീരുമാനമാണ് അങ്ങനെ കൊടുക്കാമെന്നുള്ളത്. ആ രാഷ്ട്രീയ തീരുമാന പ്രകാരമാണ് LDF അറിയിച്ചതും ക്യാബിനറ്റിന്റെ എക്സൈസ് പോളിസി ഉണ്ടായതും. അതിനനുസരിച്ച് ഏതാ പ്രകടന പത്രികയിൽ പറയുന്നതോ? അല്ല, നിങ്ങളതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മദ്യവർജനം എന്ന് LDF പറയുന്നത് പാലിക്കുന്നില്ല എന്നാണല്ലോ നിങ്ങളുടെ ആക്ഷേപം. അല്ല, മദ്യവർജനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ ബാറുകൾ ഉണ്ടാക്കിക്കൊണ്ട് വർജിക്കുക? ബാറുകൾ ഉണ്ടായിക്കൊണ്ട് വർദ്ധിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ മദ്യത്തിന്റെ ഉപഭോഗത്തിൽ കൂടുതലാണോ കുറവാണോ ഉണ്ടായിട്ടുള്ളത്? ഇന്നത്തെ മലയാള മനോരമയിൽ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ മദ്യ ഉപഭോഗം അല്ല, അത് വേറെ വിഷയമാണ്. മദ്യ ഉപഭോഗം യുവാക്കൾക്കിടയിൽ കുറയുന്നു, പകരം മയക്കുമരുന്നിന്റെ ഉപഭോഗം കൂടിയിട്ടുണ്ട്. ആ കണക്കിലേക്കാണോ പോകേണ്ടത്? അല്ല, അത് വേറൊരു ചർച്ചയല്ലേ. മദ്യത്തിന്റെ ചർച്ച ചെയ്യുമ്പോൾ മയക്കുമരുന്നിന്റെ ചർച്ച ചെയ്താൽ എങ്ങനെയാണ് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ കഴിയുക? ഇത് ചോദിച്ചത് താങ്കൾ ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ മലയാള മനോരമയിൽ ഞാൻ വായിച്ചത് അങ്ങനെയാണ്. ആ മലയാള മനോരമ പത്രം എൻ്റെ ഇപ്പം ഇല്ല. അതിൽ തന്നെയാണ് സ്മൃതി മുമ്പേ ചോദിച്ചൊരു ചോദ്യം ഉള്ളത്. നിങ്ങൾക്കും കിട്ടിയിട്ടില്ലേ പണം എന്ന് ചോദിച്ചല്ലോ നൗഷാദ് അലിയോട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് 5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2 ലക്ഷം രൂപ ലോക്സഭയ്ക്കും ആയിട്ട് ഈ ബാർ ഉടമകളിൽ നിന്ന് മുഴുവൻ വാങ്ങിച്ചിരിക്കുകയാണ്. 2 LDFും UDFും മുന്നണി എന്നുള്ള നിലയിൽ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ആ വാർത്ത സംബന്ധിച്ച് നൗഷാദ് അലി പറയുന്നത് മനോരമ അവരുടെ ഫീഡർ ലൈൻ, പ്രധാനപ്പെട്ട ഫീഡർ ലൈൻ ആണല്ലോ മനോരമ. ആ മനോരമ ആ വാർത്തയിൽ പറയുന്നത് തെറ്റാണ്. അതേസമയം ഗൂഢാലോചന കുറ്റമാണ് അന്വേഷിക്കുന്നത് ആരോപണത്തിൽ. മറ്റേ ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അന്വേഷിക്കുന്നില്ലാണ് മനോരമ വാർത്ത പറയുന്നത്. എടുക്കുകയും ചെയ്യാം. അതാണല്ലോ നിലപാട്. അത് അദ്ദേഹം പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചു, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. ഇതിന്റെ അകത്ത് കാതലായ ഇഷ്യൂ ഒറ്റയൊന്നേ ഉള്ളൂ സ്മൃതി. ജൂൺ 10 അസംബ്ലി കൂടാൻ തുടങ്ങിയാണ്. അവിടേക്കുള്ള അജണ്ടയുടെ സമാഹരണമാണ് നടക്കുന്നത്. അതിനാണല്ലോ ഇന്ന് മനോരമയും മാതൃഭൂമിയും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് ഈ ബാർക്കോഴ രണ്ടാം 2.0 ബാർക്കോഴ വിവാദം ചീറ്റിപ്പോയി എന്നുള്ള നിലയ്ക്കാണല്ലോ 2 പത്രങ്ങളുടെയും ലീഡ് സ്റ്റോറി. അങ്ങനെയാണോ? അപ്പോൾ മാതൃഭൂമി പത്രത്തിന്റെ അകത്തെ പേജിലേക്കൊന്നും താങ്കൾ പോയില്ലേ? അങ്ങനെ ചീറ്റെന്ന് വിചാരിക്കേണ്ടെന്ന് 5 കാര്യങ്ങൾ ചോദിച്ചല്ലോ. ഏതാണ് മനോരമ പത്രത്തിന്? അല്ല, മനോരമ പത്രം താങ്കൾ വായിച്ചു തുടങ്ങുന്നത്. മനോരമ പത്രത്തിലും പറയുന്നത് മാതൃഭൂമി പത്രത്തിലും പറയുന്ന കാര്യങ്ങൾ സർക്കാരിന് അനുകൂലമാണെന്നെങ്ങനെയാണ് താങ്കൾ വ്യാഖ്യാനിക്കുക? ചീറ്റിപ്പോയി എന്ന് പറയുന്നത് എങ്ങനെയാണ്? മലക്കം മറിച്ചിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനിമോന്റെ മലക്കം മറിച്ചിൽ എന്നാണ് തലക്കെട്ട്. അല്ല, ഒന്ന് കെട്ടിറങ്ങിയതാണല്ലോ. മലക്കം മറിച്ചിൽ എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങിയെന്നാണോ? മലക്കം മറിച്ചിൽ എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങിയെന്നാണോ? കെട്ടിറങ്ങിയല്ല, കെട്ട് തലയ്ക്ക് പിടിച്ച കെട്ട് ഇറങ്ങിയെന്ന്. അതാണ് ആ കെട്ടിറങ്ങിയുള്ള താങ്കൾ തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ. ഉദ്ദേശിക്കുന്നതല്ലേ? തലക്കെട്ട് മാത്രമേ വായിച്ചുള്ളൂ. ശരി, പത്രങ്ങളുടെ വാർത്തകളിലേക്ക് താങ്കൾ പോകണ്ട. അന്വേഷണവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയും. ഇപ്പോൾ അന്വേഷിക്കുന്ന ഒരു ആരോപണം ഉയരുമ്പോൾ ആ ആരോപണം അന്വേഷിക്കുമെന്ന് പറയുന്നതിന് പകരം സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തീരുമാനിക്കുകയും ആ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സർക്കാരിനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ അത് അന്വേഷിക്കില്ല എന്നാണോ ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്? ശ്രീ ജയേന്ദ്രൻ, അല്ലല്ല, അത് ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ. സ്മൃതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇന്നലെയും ഞാൻ ഇത് തന്നെ പറഞ്ഞിരുന്നു. അന്വേഷിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും കണിശമായിട്ട് അത് ഉണ്ടാവുക തന്നെ ചെയ്യും. എന്താണ് അന്വേഷിക്കുന്നത്? അന്വേഷിക്കുമോ അന്വേഷിക്കാതിരിക്കുമോ അതൊക്കെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് എക്സൈസ് മന്ത്രി നൽകിയിരിക്കുന്ന പരാതി. അതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ്. ഗൂഢാലോചനയാണ് അന്വേഷിക്കാൻ പോകുന്നത്, അല്ലാതെ ഈ ആരോപണത്തിന് വലിയ സത്യമെന്ത് എന്നുള്ളതല്ല.
അല്ല, അത് എക്സൈസ് മന്ത്രിയുടെ അപേക്ഷയിലെ അദ്ദേഹത്തിന്റെ വാദമാണ് ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളത്. പോലീസിന്റെ കിട്ടുന്ന അപേക്ഷയ്ക്ക് മന്ത്രി അങ്ങനെ അപേക്ഷയിൽ അങ്ങനെ വാദം വെച്ചിട്ടുള്ളതുകൊണ്ട് ആ വാദം മാത്രമല്ല പോലീസ് അന്വേഷിക്കുക. ഇതുമായി ഇങ്ങനെ പണം പിരിച്ചിട്ടുണ്ടോ, അങ്ങനെ പണം പിരിച്ച് സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ സർക്കാരിൽ ഏതൊക്കെ വകുപ്പുകളിൽ പണം കൈപ്പറ്റി അതിലേക്ക് പോകുമോ ക്രൈംബ്രാഞ്ച്? തീർച്ചയായും. അല്ലേ, എന്ന് മാത്രമല്ല, എന്നും സ്മൃതി പറഞ്ഞതുപോലെ മാത്രമല്ല, ഏതൊക്കെ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്ക് പണം കൊടുത്തു, ആർക്കൊക്കെ പണം കൊടുത്തു, എത്ര പണം കൊടുത്തു, ഇതെല്ലാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. വെറുതെ ചോദിച്ചങ്ങ് പോവുകയല്ല, മൊഴിയെടുത്ത് പോവുകയല്ല ചെയ്യുന്നത്. കൃത്യമായും വിശദാംശങ്ങളോടുകൂടി മൊഴിയെടുക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അതല്ലാതെ പിന്നെ ഇപ്പോൾ നൗഷാദ് അലി പറഞ്ഞ പോലെ വെറുതെ ഗൂഢാലോചന അന്വേഷിച്ച് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. ഇതിന്റെ A to Z കാര്യങ്ങൾ അറിയണം. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നേ ഇതുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോ രണ്ടാം ബാർക്കോഴ ആരോപണം എന്ന് പറഞ്ഞത് തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കെതിരെയും അന്വേഷണമാകാം, വേണമെങ്കിൽ അന്വേഷണമാകാം എന്ന് ഒരു സർക്കാർ പ്രതിനിധിയും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി മിണ്ടാത്തത്? ടൂറിസം മന്ത്രിക്കെതിരെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണോ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? അത് BJP പ്രതിനിധി ചോദിക്കുകയും ചെയ്തു. അല്ല, ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സ്മൃതി എന്തിനാണ് മുഖ്യമന്ത്രി പറയുന്നത്? ഇല്ലാത്ത കാര്യമെന്ന് ആരോപണം ഉന്നയിച്ച പിന്നെ വോയിസ് ക്ലിപ്പ് നൽകിയ അനുമോൻ പറയുന്നു, പിന്നെ എനിക്ക് തെറ്റിപ്പോയതാണ്, പിന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശ്രീ ജയേന്ദ്രൻ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. ആ ശബ്ദരേഖ താങ്കൾ മുഴുവനായി കേട്ടിരിക്കുമല്ലോ. ആ ശബ്ദരേഖ മുഴുവനായും താങ്കളും കേട്ടിരിക്കുമല്ലോ. ആ ശബ്ദരേഖയിൽ സർക്കാരിന് കൊടുക്കേണ്ട പിരിവിനെ കുറിച്ച് തന്നെയാണ് വളരെ വ്യക്തമായി പറയുന്നത്. ഇനി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇപ്പോഴേ മോശമാണ്, ഇനിയും മോശമാകുമെന്നാണ് അയാൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം മിണ്ടാതിരുന്ന് പിന്നെ പെട്ടെന്ന് വന്നിട്ടൊരു കുറിപ്പിടുന്നു. ആ കുറിപ്പിൽ കെട്ടിടത്തിന് വേണ്ടിയുള്ള പൈസ പിരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ശ്രീ ജയേന്ദ്രൻ, താങ്കൾ വിശ്വസിക്കുന്നോ? അവരുടെ അന്നത്തെ മീറ്റിംഗിന്റെ അജണ്ടയിൽ പോലും കെട്ടിടത്തിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ലായിരുന്നു. വി മുരളീധരൻ തുറന്നിട്ടുള്ളത്. അല്ല, പുതിയ യുദ്ധമുന്നണി സ്മൃതി തുറന്നിട്ടുള്ളല്ലോ ഇന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ആ യുദ്ധമുന്നണിയിൽ അത് പ്രകാരം പിന്നെ വിശദമായി മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങോട്ട് വരികയല്ലേ അന്വേഷിക്കാനായിട്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ബാർ ചോദ്യത്തിന് മറുപടി പറയാതെ വി മുരളീധരൻ ആവശ്യപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സ്വാഭാവികമായും BJPക്ക് കേന്ദ്ര ഏജൻസിയെ വിശ്വാസമുള്ളൂ, കേന്ദ്ര ഏജൻസി വരട്ടെ എന്ന് പറയും. അവർക്ക് അവരുടെ അജണ്ട ഉണ്ടായിരിക്കാം. ശ്രീ ജയേന്ദ്രൻ, എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. തിരിച്ചെത്താം. KP നൗഷാദ് അലി, ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എല്ലാം പെടും, മന്ത്രിമാർ വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളിൽ പിശകുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിതനാണ് ഈ അവസരത്തിൽ. കാരണം അദ്ദേഹം വലിയ പ്രതിരോധത്തിലാണ്. കാരണം അങ്ങനെ ഒരു പ്രതിരോധത്തിലായ ആളുകളെ ന്യായീകരിക്കുന്നത് ശ്രമകരമായ ദൗത്യമാണല്ല. അത് അദ്ദേഹത്തിന് ഡിബേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി കുറവൊന്നുമല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ബാറുകളുടെ എണ്ണമൊക്കെ. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോഴുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണമാണ്. അങ്ങനെ ബാറുകൾ എണ്ണം കുറഞ്ഞ് വരാൻ പല കാര്യകാരണങ്ങളും ഉണ്ടാവും, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും വർഷം തോറും 10% വീതം നമ്മുടെ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം വരെ കുറച്ചു കൊണ്ടുവരാനുള്ള തീരുമാനം വളരെ കൃത്യമായി 2 വർഷക്കാലം നടപ്പിലാക്കി അതിൻ്റെയൊക്കെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 30-ൽ താഴെ ബാറുകൾ മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത് എന്നതൊരു വസ്തുതയാണ്. നിങ്ങൾ എങ്ങനെ പിന്നെ അതെ 30-ൽ താഴെ എന്ന് പറയുമ്പോൾ 29 അതിൻ്റെ താഴെയൊക്കെ ആവാമല്ലോ. ഞാൻ 30-ന് മുകളിലില്ല എന്ന് അർത്ഥമാക്കുന്നു. അപ്പോൾ അതിനൊന്നും എങ്ങനെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനൊന്നും എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്താലും അതൊന്നും യാഥാർത്ഥ്യമല്ലാതാവുകയില്ല എന്ന് ശ്രീ ജയചന്ദ്രനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ മന്ത്രി MP രാജേഷ് നൽകിയ പരാതിയുടെ മുകളിലാണ് ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മന്ത്രി MP രാജേഷിൻ്റെ പരാതിയിൽ ശ്രീ ജയചന്ദ്രൻ പറയുന്ന ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന, എങ്ങനെ ഇങ്ങനൊരു ആരോപണം പുറത്തു വന്നു, ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ പുറകെ ആ പരാതിയിൽ പറയുന്ന ആ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്ന രീതിയിൽ ഒരു അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിക്കില്ലേ? അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളും അന്വേഷിക്കില്ലേ?
നമുക്കറിയാമല്ലോ, ഇവിടെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെയൊക്കെ മുൻകാല ചരിത്രം നമുക്കറിയാം. ഇവിടെ ആര്യ രാജേന്ദ്രൻ ഇവിടെ പിന്നെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നൊക്കെ വന്ന കത്തിനെ കുറിച്ച് അവരൊരു പരാതി നൽകിയിരുന്നല്ലോ. അതിൻ്റെ അന്വേഷണം എന്തായി? എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതും ഗൂഢാലോചന അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണമായിരുന്നു. ആ അന്വേഷണം പാതി വഴിയിൽ എന്നോ നിലച്ച് എല്ലാവരും മറന്ന് വിസ്മൃതിയിലാണ്ടുപോയി. ഇതൊക്കെ നമുക്കൊരുപാട് പ്രീസിഡൻസുകൾ ഇതേ ഗവൺമെൻറ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ എടുത്തു വച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഇതൊക്കെ കേവലം ഗീർവാണങ്ങളും ഒരു ചർച്ചയിൽ വന്നിരുന്ന് തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടാനോ മുഖം മിനുക്കാനോ ഒക്കെ പറഞ്ഞൊഴിയുന്ന വാചകങ്ങൾക്കപ്പുറത്ത് ഇതിനൊക്കെ വല്ല കാര്യമോ കഴമ്പോ ഉണ്ടോ? ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോയിട്ട് അവസാനം MP രാജേഷ് റിയാസിനൊക്കെ ഒരു മംഗളപത്രം ചമച്ചുകൊണ്ട് ഈ പറഞ്ഞ വാലാട്ടികളായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ ക്രിയ അവസാനിപ്പിക്കും എന്നതിൻ്റെ അപ്പുറത്തൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് മുൻ അനുഭവങ്ങൾ വെച്ച് വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇതൊരു ജനങ്ങളുടെ സമക്ഷം ജനകീയ കോടതിയിൽ ഈ വിഷയം വലിയൊരു ചർച്ചയാകുകയും ഇവരൊക്കെ ജനകീയമായി പ്രതിരോധത്തിലും ആവേണ്ടതുണ്ട്. അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ BJP-കാരൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ V. മുരളീധരൻ പറഞ്ഞ പോലെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ അവർക്ക് ഈ സത്യങ്ങളൊക്കെ ശേഖരിച്ച് അത് വെച്ച് CPM-നെ വിലപേശാനും അവരെ വരുതിക്ക് നിർത്താനും ഗൺ പോയിന്റിൽ നിർത്തി അവരുടെ കാര്യങ്ങൾ സാധിപ്പിക്കാനും ഒക്കെ മറ്റൊരു ഉപായമാകുമെന്നതിൽ കവിഞ്ഞ് അവിടെയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കാകെ അന്തിമമായിട്ട് ഈ ജനാധിപത്യത്തിൻ്റെ കെട്ടകാലത്ത് ജനകീയ കോടതി മാത്രമേ ഇതിനൊക്കെ അവസാന അഭയവും ആശ്രയവുമായിട്ടുള്ളൂ. ജനങ്ങളുടെ മുമ്പാകെ കാര്യകാരണ സഹിതം ഇത് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം വളരെ പ്രസക്തമായ സ്ഥിതി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് CPM-ൻ്റെ ഈ പറഞ്ഞ അവരുടെ നിലപാടുകളിൽ നിന്ന് അവരുടെ ചെയ്തികളിൽ നിന്ന് അവരെന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും നാളുകളിൽ അത് കൃത്യമായിട്ട് രൂക്ഷമാവുകയും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്യും. ഏതൊരു ക്രിമിനലുകളും, ഒരു ക്രിമിനോളജിയിൽ ഒരു ചൊല്ലുണ്ട്, ഏത് ക്രിമിനലുകളായാലും എത്ര വൈദഗ്ധ്യമുള്ള ക്രിമിനലുകളായാൽ പോലും ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ഒഴിവ് കഴിവോ ഒരു വീഴ്ചയോ എങ്കിലും അവർ അവശേഷിപ്പിച്ചിട്ട് പോവുകയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഇവിടെ വലിയൊരു ക്രിമിനൽ പ്രവൃത്തി നടക്കുകയാണ്, വലിയൊരു അഴിമതി നടക്കുകയാണ്. അതിന് മുൻകൂറായി തന്നെ ചില കാര്യങ്ങൾ ഇവിടെ പൊതുസമക്ഷം വീണ് കിട്ടി. അതുകൊണ്ട് ഇത് ഇത്ര വലിയ ചർച്ചയായി. അല്ലെങ്കിൽ CPM ഒക്കെ ഇതൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കി പൊടിയും തട്ടി പോവുമായിരുന്നു. അവർ ഇതേപോലെ ന്യായീകരണങ്ങൾ ചമക്കുമായിരുന്നു. ഞാൻ മന്ത്രി റിയാസിൻ്റെ പ്രസ്താവനയെ കണ്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. മുഖ്യമന്ത്രിക്ക് എന്താ വേറെ പണിയില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതുപോലെ അധികാര പ്രമത്തത ബാധിച്ച് അതിൻ്റെ അന്ധതയിൽ പൂണ്ട് വിളയാടി ഉന്മാദികളെപ്പോലെ പെരുമാറുകയും പറയുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരാണല്ലോ ഇവരെന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ മുൻകാല നേതാക്കളുടെയും അതിൻ്റെ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ട്. കേരളം എത്തിപ്പെട്ട ഈ പ്രതിലോമകരമായ രാഷ്ട്രീയ അവസ്ഥയിൽ ഈ തുടർഭരണത്തിൻ്റെ ഈ അഹന്തയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ധൈര്യം വരുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നൊരു സമാശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. സ്മൃതി, ഇക്കാര്യത്തിൽ പിന്നെ നൗഷാദ് അലി ഇപ്പം പറഞ്ഞുണ്ടല്ലോ, അതാണ് അവരുടെ ഗെയിം പ്ലാൻ എന്നുള്ളത്. ഏതാണ് ഈ ജനകീയ സമക്ഷം പോവുക എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിയമസഭ തുടങ്ങുന്നത് ജൂൺ 10-ന്. അതിനുള്ള അജണ്ട സമാഹരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് എത്രത്തോളം മാധ്യമങ്ങളെ കൂടെ നിർത്താൻ കഴിയുമോ അത്രത്തോളം കൂടെ നിർത്തുക എന്നുള്ള ഒറ്റ അജണ്ടയിലാണ് അവർ നിൽക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ മറ്റ് കാര്യകാരണ സഹിതമായ യുക്തിഭദ്രമായിട്ട് സംസാരിക്കുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നുമല്ല വിഷയം. പ്രശ്നം ഇതാണ്, നിയമസഭയിൽ കത്തിച്ചു നിർത്തണം, സഭാ സമ്മേളനം നടക്കുന്ന കത്തിച്ചു നിർത്താൻ ഒരു വിഷയം വേണം. ആ വിഷയമായിട്ട് ഇതിനെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ സെലക്ട് ചെയ്ത വിഷയത്തിന്മേലുള്ള ചർവിതചർവണങ്ങളാണ് എല്ലാ ദിവസവും UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരികയല്ലേ, എന്തുപയോഗിക്കാം? ഇതിനകത്ത് വിഷയമില്ലല്ലോ ഉപയോഗിക്കാൻ. അതല്ല രസം. വിഷയമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. രണ്ടാം ബാർക്കോഴ കേസ് എന്ന് പറയുമ്പോൾ സ്മൃതി, എന്തെങ്കിലും ഒരു ഇതിന്റെ വസ്തുതയുടെ ഒരു കണികയെങ്കിലും ഇവർക്ക് ഉപയോഗിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു അഴിമതി ആരോപണം പിരിച്ചു എന്നുള്ളത് മാധ്യമങ്ങളുടെ സംഘടനയിൽ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. പിരിച്ചു എന്നുള്ളത്, പിരിച്ചത് എന്തിനാണ് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കം നിൽക്കുന്നുള്ളൂ. പിരിച്ചിട്ടുണ്ട്, പിരിച്ചിട്ടുണ്ട്. എവിടെ പോയി? ആരന്വേഷിക്കും? എവിടെ പോയി? എന്തിന് പിരിച്ചു? ആരന്വേഷിക്കും? രണ്ടുപേരും പങ്കിട്ടെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അത് വരട്ടെ.
അന്വേഷണത്തിൽ വരട്ടെ. അന്വേഷണം അത് ഞാൻ അതല്ലല്ലോ. നേരത്തെ ഞാനൊരു ശബ്ദരേഖയിലെ ഗൂഢാലോചനയല്ലേ അന്വേഷിക്കുന്നത്? കാര്യം പറഞ്ഞു. അല്ല, വരട്ടെ, വരും. വരുമെന്ന് അല്ല, ഉറപ്പായിട്ടും ഗൂഢാലോചന അല്ല അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റേ മുഴുവൻ കാരണങ്ങളും ആ അന്വേഷണത്തിൽ വരുമെന്നുള്ള സ്മൃതി ഉറപ്പിച്ചോളൂ, ഒരു സംശയം വേണ്ട. ശരി, ശ്രീ BG വിഷ്ണു, ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് നിങ്ങൾ പറയുന്നത് പിന്നീട് വിലപേശാൻ വേണ്ടിയിട്ടാണെന്നാണ് നൗഷാദ് അലി പറയുന്നത്. അല്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചതെല്ലാം വിലപേശാൻ വേണ്ടിയിട്ടാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നത് എന്തിനാണ്? നിങ്ങൾ ഇവിടുത്തെ സഖ്യത്തിന്റെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ജയിലിൽ കിടന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ കാര്യം പറയും. കേരളത്തിലടക്കം കേന്ദ്ര ഏജൻസികൾ കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ കേരളത്തിൽ നടക്കുന്ന അഴിമതികൾ പുറത്തേക്ക് വരുന്ന യാതൊരു സംശയവുമില്ല. അതെ, അന്വേഷണം ED അടക്കം നിരവധി കേസുകൾ അന്വേഷിക്കുകയാണല്ലോ. അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പ് നടപടി ഉണ്ടാകുമോ? അപ്പോൾ കരുവന്നൂരിലടക്കം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടാണ് പല CPM-ന്റെ നേതാക്കന്മാരും പലപ്പോഴായി ജയിലിൽ കിടന്നിട്ടുള്ളത്. അല്ലാതെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസിയാണ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും CPM-ന്റെ നേതാവ് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലും കയറാൻ പറ്റുമായിരുന്നു? കയറില്ലായിരുന്നു. അവരെല്ലാം ഇവിടെ വലിയ മാന്യന്മാരായിട്ട് ഞെളിഞ്ഞു നടക്കുമായിരുന്നു. പക്ഷേ ഒരു വശത്ത് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നു കേന്ദ്ര ഏജൻസികൾ വന്നാലേ ഇവിടെ അന്വേഷണം സത്യം വെളിച്ചത്ത് വരൂ, മറുവശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കുമ്പോൾ പറയുന്നു പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കണ്ടെത്തുന്നതിൽ CPM-നെ പോലെ തന്നെ ഒരു വശത്ത് മാധ്യമങ്ങൾക്ക് എതിർപ്പുണ്ട്. കാര്യം ആദ്യം അവർ വേട്ട നടത്താൻ പറയുന്നു, പിന്നെ ഈ കള്ളനെ പിടിക്കുമ്പോൾ ഇരവാദം എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് മാധ്യമങ്ങളടക്കം പിന്മാറിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ ഇതിലെ അഴിമതികൾ മുഴുവൻ വ്യക്തമായി പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിപരമായി MP രാജേഷ് ആദ്യം ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് അന്വേഷണം നടക്കുകയും എന്ത് നടപടിയാണ് സ്വീകരിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്കിനി കവടി നിരത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് CPM നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആദ്യം പോകാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെയായിരിക്കും എന്നുള്ള കേജ്രിവാളിനെ ജയിലിലാക്കിയത് മദ്യനയ അഴിമതി കേസിലാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടും വരികയാണ് വേണ്ടത് കേന്ദ്ര ഏജൻസി എന്നുള്ളതാണ് BJP പ്രതിനിധി പറയുന്നത്. അവിടെ മുഖ്യമന്ത്രിയെ തന്നെ ജയിലിലടിച്ച സംഭവമുണ്ട്. അപ്പോൾ പ്രവർത്തിക്കില്ല, കേന്ദ്ര ഏജൻസി അന്വേഷണം കൃത്യമായി നടത്തില്ല എന്നെങ്ങനെ പറയുമെന്നുള്ളതാണ് അവരുടെ വാദം. സ്മൃതി, BJP പ്രതിനിധിയായാലും ശ്രീ V മുരളീധരനായാലും ഒക്കെ ജൂൺ 4 അവർ അഭിപ്രായം മാറ്റും. കാരണം അപ്പോൾ ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരും. ആ ഏജൻസിയുടെ അന്വേഷണത്തെക്കുറിച്ച് സമാനമായ ഒരു അഭിപ്രായം അവർ വച്ചു പുലർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊരു സാങ്കല്പികമായ അദ്ദേഹത്തിന്റെ ജൂൺ 4 തീയതി 11 മണി വരെ നിങ്ങൾക്ക് സ്വപ്നം കാണാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഞാൻ ഇടപെടുന്നില്ല അതിൽ. അതുകൊണ്ട് നമുക്ക് ആ വിഷയം നമുക്കങ്ങ് മാറ്റിവെക്കാം. ഏതായാലും ജൂൺ 4 കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ സ്മൃതി, ഇവിടെ ഞാൻ വളരെ കൃത്യമായി സംസാരിച്ച ജയചന്ദ്രനൊക്കെ പറയുന്നത് ഈ നിയമസഭ വരുമ്പോൾ ഒരു അജണ്ടയായിട്ട് ഈ വിഷയം ഉയർത്താനാണ് എന്നൊക്കെയാണ്. എനിക്കറിയുന്നില്ല എന്ത് സാങ്കത്യമാണ് ഇദ്ദേഹം ഈ പറയുന്നതിനുള്ളത് എന്ന്. നിയമസഭ എന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലും അവിടെ എല്ലാ വിഷയങ്ങളും ഉയർത്തേണ്ട ഒരു സ്ഥലവുമാണ്. അവിടെ ഒരു വിഷയമുണ്ടാക്കാനായിട്ട് ഇത്തരത്തിലൊക്കെ പെരുമാറുന്നു, അവിടെ ഒരു വിഷയമാക്കി ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി അധ്വാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എല്ലാ വിഷയത്തിനും ആ ആരോപണം ബാധകമാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ ഉയർത്തിപ്പിടിക്കാനോ കഴിയുമോ? ഇവിടെ വളരെ വ്യക്തമാണല്ലോ. ഇവിടെ ഒരു ജില്ലാ പ്രസിഡന്റ്, മദ്യ ഹോട്ടലുകളുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് നമ്മളുടെ ചില അനുകൂല നയം മാറ്റത്തിന് വേണ്ടി പിരിച്ചു കൊടുത്തേ മതിയാവൂ, അതിന് ഇത്ര രൂപ വീതം ഓരോ ബാർ ഉടമകളും നൽകണം, അതിന് പറ്റുന്നവർ മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് സംശയാതീതമായിട്ട് ഇത് മുഴുവൻ അടിവരയിടുന്ന എല്ലാ തെളിവുകളും അടങ്ങുന്ന സമഗ്രമായ ഒന്നാണ്. പിന്നീട് അദ്ദേഹം വാക്കുമാറ്റി എന്നാ പറയുന്നത്. അദ്ദേഹം വാക്ക് മാറ്റാതിരിക്കുമോ? കാരണം ഈ അധികാരവും അധികാരത്തിൻ്റെ എല്ലാ അംശവടികളും ഒക്കെ കയ്യിലുള്ളവർക്ക് മുന്നിൽ വിധേയരാകാതെ ഈ പറഞ്ഞ ബാർ ഉടമകൾക്കോ അതിൻ്റെ സംഘടനാ നേതാക്കൾക്കോ ഒക്കെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം വാക്ക് മാറ്റി, ഒരാൾ പറഞ്ഞ കാര്യം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടകത്തിനൊക്കെ അവസാനമായില്ലേ എന്ന് ഇവിടെ രാജീവ് മന്ത്രി ചോദിക്കുന്നു, ഇവിടുത്തെ റിയാസ് മന്ത്രി ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേറെ പണിയില്ലേ എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ളൊരു നിഷേധാത്മകത, ഇവർ ഈ അധികാരപ്രമത്തത, അഹന്ത, ധിക്കാരമൊക്കെയാണ് ഇവർ
തുടർന്നും നിരന്തരമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനാനുപാതികമായ പ്രവൃത്തിയാണ് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്നത്. ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. അപ്പോഴും ഈ വലിയ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ട എന്നൊരു നിലപാട് സർക്കാർ എടുക്കുന്നു. ഇത് അവർ നിരന്തരമായിട്ട് എടുത്തു പോരുന്ന ഒന്നാണ്. ഇതൊരു മോദി ഭരണകാലത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് രൂപപ്പെട്ട ഒരു പ്രത്യേക പോലീസിംഗ് ശൈലിയാണ്. ഇത് കേരളമാണ് ഡൽഹി ശേഷം കൃത്യമായിട്ട് അനുവർത്തിച്ചു പോരുന്നൊരു സംസ്ഥാനം. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.